ഏവർക്കും ഈസ്റ്റർ ആശംസകൾ. ലോകമെമ്പാടുമുള്ള ജനത ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഇത് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് മരണത്തിന്റെ മേൽ ജീവൻ നേടിയ അന്തിമ വിജയത്തിന്റെ വിളംബരമാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സുപ്രധാന സത്യങ്ങൾ ഈ ഈസ്റ്റർ നമുക്ക് നൽകുന്നു. ഒന്ന്, ഡിവൈൻ പവർ ദാറ്റ് റിമൂവ്സ് ബാരിയേഴ്സ്. തടസ്സങ്ങൾ നീക്കുന്ന ദൈവിക ശക്തി. സ്ത്രീകൾ കല്ലറയിലേക്ക് പോകുമ്പോൾ അവരുടെ ആശങ്ക ആര് കല്ല് ഉരുട്ടി മാറ്റും എന്നതായിരുന്നു. എന്നാൽ അവർ എത്തും മുമ്പേ ദൈവം പ്രവർത്തിച്ചു. മനുഷ്യന് അസാധ്യമായത് ദൈവം സാധ്യമാക്കി. കല്ല് മാറ്റിയത് യേശുവിന് പുറത്തു വരാനല്ല, കല്ലറ ശൂന്യമാണെന്ന് ലോകത്തിന് കാണാനാണ്. നമ്മുടെ ജീവിതത്തിന് മുമ്പിലുള്ള രോഗത്തിന്റെയോ പരാജയത്തിന്റെയോ പാപത്തിന്റെയോ ഏതു വലിയ കല്ലായാലും അത് ഉരുട്ടി മാറ്റാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ശക്തിയുണ്ട്. നമ്മുടെ ആശങ്കകൾ തീർക്കുവാൻ സ്വർഗം ഒരുക്കിയ വഴിയാണ് ഉരുട്ടി മാറ്റപ്പെട്ട കല്ല്. രണ്ട്, ശൂന്യത മാറ്റുന്ന സ്വർഗീയ സാന്നിധ്യം. ഹെവൻലി പ്രസൻസ് ദാറ്റ് ഫിൽസ് എംപ്റ്റിനെസ്. കല്ലറ ശൂന്യമായിട്ട് തീർന്നു. അവർ കർത്താവായ യേശുവിന്റെ ശരീരം അവിടെ കണ്ടില്ല. ലോകത്തിലെ മറ്റെല്ലാ നേതാക്കളുടെയും കല്ലറയ്ക്കുള്ളിൽ ജീർണത കണ്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രം ശൂന്യമായി. 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവന്റെ ദ്രവത്വം കാണുവാനായിട്ട് സമ്മതിച്ചില്ല. നാം ആരാധിക്കുന്നത് മരിച്ച ഒരു ചരിത്ര പുരുഷനെ അല്ല, ജീവിക്കുന്ന ദൈവത്തെയാണ്. ജീവിതത്തിലെ ശൂന്യതകളെ തന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നവനാണ് നമ്മുടെ രക്ഷകൻ. വിശ്വാസം വ്യർത്ഥമല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന അടയാളം. അതാണ് ശൂന്യമാക്കുന്ന കല്ലറ. 3, ഭയത്തെ മാറ്റുന്ന വിജയാഘോഷം. triumphant shout that banishes fear. മരണം അതിന്റെ വേദന നഷ്ടപ്പെടുത്തി. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ാമത്തെ വാക്യം. പാപമാകുന്ന വിഷമുള്ള ക്രിസ്തു കുരിശിൽ ഏറ്റുവാങ്ങിയതോടെ മരണത്തിന്റെ ഭീകരത അവസാനിച്ചു. കല്ലറ ഇനി ഒരു അന്ത്യമല്ല, മറിച്ച് നിത്യതയിലേക്കുള്ള വിശ്രമസ്ഥലം മാത്രമാണ്. ഉയർപ്പിന്റെ പ്രത്യാശയുള്ളവർക്ക് മരണം ഒരു തോൽവിയല്ല. പാപത്തിന്റെ വേദന നീക്കിയ ക്രിസ്തു നമുക്ക് മരണമില്ലാത്ത ജീവിതം വാഗ്ദാനം ചെയ്യുന്നു. പാപത്തിന്റെ വിഷപ്പല്ല് തകർത്ത് ഭയത്തെ മാറ്റിയ വിജയം മരണത്തിന്മേലുള്ള വിജയം ആകുന്നു. 4, ജീവിതം മാറ്റുന്ന ആധ്യാത്മിക പുതുമ. സ്പിരിച്വൽ റിന്യൂവൽ ദാറ്റ് ചേഞ്ചസ് ലൈഫ്. പുനരുത്ഥാനത്തിലൂടെ പുതിയ ജീവിതം നൽകുന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈസ്റ്റർ എന്നത് 50 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് 51-ാം ദിവസം പഴയ പാപങ്ങളിലേക്ക് മടങ്ങുവാനുള്ളതല്ല. അത് പാപത്തിന്റെ ശവക്കല്ലറയിൽ നിന്ന് വിശുദ്ധിയുടെ പ്രകാശത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ആഹ്വാനമാണ്. ആധ്യാത്മികമായ പുനർജന്മമാണ് ഉയർപ്പിന്റെ അനുഭവം. പഴയ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോടൊപ്പം പുതിയ ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. ഉത്സവത്തിന്റെ ആവേശമല്ല, ഉയർപ്പിന്റെ അനുഭവമാകണം നമുക്ക് ലഭിച്ച പുതിയ ജീവിതം. 5, ലോകത്തെ മാറ്റുന്ന സുവിശേഷ ദൗത്യം. ഗോസ്പൽ മിഷൻ ദാറ്റ് ചേഞ്ചസ് ദ വേൾഡ്. പോയി സുവിശേഷം അറിയിക്കുവിൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഈ സന്തോഷം നമ്മിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ഭയപ്പെട്ട് ഒളിച്ചിരുന്ന ശിഷ്യന്മാരെ ഈ വാർത്ത ധൈര്യമുള്ള സാക്ഷികളാക്കി മാറ്റി. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവർക്ക് നിശബ്ദരായിരിക്കുവാൻ കഴിയുകയില്ല. നിരാശയിലുള്ള ലോകത്തിന് പ്രത്യാശയുടെ ഈ സന്ദേശം വേഗത്തിൽ എത്തിക്കണം. കരച്ചിലുകൾ മാറ്റാൻ കരുത്തോടെ അറിയിക്കേണ്ടതായ സത്യമാണ് ഈ ജീവിക്കുന്ന സത്യത്തിന്റെ വിളംബരം.
ഈ ഈസ്റ്റർ ചില സാധ്യതകൾ നമുക്ക് നൽകുന്നു. 3 വഴികളാണ് നമ്മുടെ മുമ്പിൽ തുറക്കുന്നത്. ഒന്നാമത്തെ വഴി കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്ത ജീവിതമായി തുടരാം. പാപത്തിൽ, ലഹരിയിൽ, കുറ്റബോധത്തിൽ, അവിശ്വാസത്തിൽ, ദുർഗന്ധം വമിക്കുന്ന ആധ്യാത്മികമായ അവസ്ഥയിൽ ജീവിതത്തിന്റെ അവസാനം വരെ തുടരാം. പലർക്കും ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വെറും ആഘോഷ ദിനങ്ങൾ മാത്രമാണ്. ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. 50 ദിവസം നോമ്പ്, പ്രാർത്ഥന, കൂട്ടായ്മ. പക്ഷേ 51-ാം ദിവസം പഴയ ജീവിതത്തിലേക്ക് മടങ്ങുക. ഇതൊരു സാധ്യതയാണ്. രണ്ടാമത്തെ സാധ്യത ഉത്സവ വിശ്വാസം മാത്രം. ഈസ്റ്റർ വരുമ്പോൾ, മറ്റ് പ്രസിദ്ധമായ ദിനങ്ങൾ വരുമ്പോൾ നാം വിശുദ്ധരാകും. നോമ്പ് കാലത്ത് മാറിയതായ ജീവിതം ഈസ്റ്റർ കഴിഞ്ഞാൽ വീണ്ടും പഴയ ഇരുട്ടിലേക്ക്. പ്രാർത്ഥനയില്ല, വിശുദ്ധ ജീവിതമില്ല, കൂട്ടായ്മയുടെ അനുഭവങ്ങളില്ല, ആരാധനാ ജീവിതമില്ല, സത്യസന്ധമായ ഒരു മാറ്റവും ഇല്ല. ഇത് ഉയർപ്പിന്റെ അനുഭവമല്ല, ഇതൊരു ഉത്സവത്തിന്റെ വികാരമാണ്. മൂന്നാമത്തെ സാധ്യത യഥാർത്ഥമായ ഉയർപ്പാണ്. ഇതാണ് ദൈവം നമുക്ക് ഒരുക്കുന്ന വഴി. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സ്നേഹം, സമാധാനം, സന്തോഷം, ജീവൻ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് സ്ഥിരമായി മാറുന്ന ജീവിതം. ഇതിനായിട്ടാണ് നോമ്പ്, ഇതിനായിട്ടാണ് പ്രാർത്ഥന, ഇതിനായിട്ടാണ് കുരിശിന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്നത്. ഉത്സവം മാത്രം ആഘോഷിക്കാനല്ല, ഉയർപ്പിന്റെ അനുഭവത്തിൽ ജീവിക്കാനാണ്. മഗ്ദലന മറിയത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്ന് നമ്മോട് ചോദിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ചോദിച്ചത്, മറിയെ, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് അവൻ നമ്മോടും ചോദിക്കുന്നു, നാം എന്തിനാണ് ഭയപ്പെടുന്നത്? നാം എന്തിനാണ് ആകുലപ്പെടുന്നത്? നാം എന്തിനാണ് നിരാശയിൽ കഴിയുന്നത്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ കരച്ചിലുകളും അർത്ഥം മാറും. നമ്മുടെ കരച്ചിലുകളുടെ അർത്ഥം മാറും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മരിച്ചു കിടക്കുന്നത് എന്താണ്? വിശ്വാസമോ, കുടുംബ ബന്ധങ്ങളുള്ള പ്രശ്നങ്ങളോ, പ്രാർത്ഥനാ ജീവിതമോ, സ്വപ്നങ്ങളോ, ആധ്യാത്മികമായ ആവേശമോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും ഇതെല്ലാം നൽകുവാനായിട്ട് കഴിയും. അവൻ ലാസറിനെ വിളിച്ചതുപോലെ നമ്മളെയും വിളിക്കുന്നു, പുറത്തേക്ക് വരിക. ഏവർക്കും പ്രത്യാശ നിർഭരമായ ഈസ്റ്റർ ആശംസകൾ.